ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ അറസ്റ്റിൽ. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന എത്രാമത്തെ ആളാണ് വിജയകുമാർ? നിലവിൽ വിജയകുമാർ ഈ എഫ്ഐആറിൽ എത്രാം പ്രതിയാണ്? എന്താണ് വിവരങ്ങൾ? എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? വിജയദാനം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്നടക്കം ഈ രണ്ടുപേരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതി ആരാഞ്ഞിരുന്നു. നേരത്തെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ SIT പ്രത്യേകമായി ഇവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള എൻ വിജയകുമാറും അതോടൊപ്പം തന്നെ KT ശങ്കരദാസിനും നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അവർ അസൗകര്യം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് എൻ വിജയകുമാറിന്റെ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് എൻ വിജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ വിജയകുമാറിനടക്കം അതിൽ പങ്കുണ്ട് എന്നുള്ളത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലും അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഉടൻ തന്നെ KT ശങ്കരദാസിനെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ബോർഡ് അംഗമായിരുന്നയാളാണ് വിജയകുമാർ, അല്ലേ? തീർച്ചയായും അത് ബോർഡ് അംഗമായിരുന്നു എൻ വിജയകുമാർ. അതുകൊണ്ടാണ് SIT അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളും ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് തന്നെയാണ് എൻ വിജയകുമാറിനും KT ശങ്കരദാസിനും ചോദ്യം ചെയ്യലിന് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ബോർഡിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്.